നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സങ്കീർണവും സദാ പ്രവർത്തന നിരതവുമായ സന്ധികളിലൊന്നാണ് കാൽമുട്ട്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓടുമ്പോഴുമെല്ലാം ശരീരത്തിന്റെ ഭാരം മുഴുവൻ താങ്ങുന്നത് ഈ സന്ധികളാണ്. എന്നാൽ പലപ്പോഴും പടികൾ കയറുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് കുനിയുമ്പോഴോ കാൽമുട്ടിൽ നിന്ന് ഒരു പ്രത്യേകതരം ക്ലിക്ക് ശബ്ദമോ പൊട്ടുന്നത് പോലെയുള്ള അനുഭവമോ ഉണ്ടാകാറുണ്ട്. മിക്കവരിലും ഇതൊരു സാധാരണ പ്രതിഭാസമാണെങ്കിലും ചിലരിലെങ്കിലും ഇത് വലിയ ആശങ്കയ്ക്ക് കാരണമാകാറുണ്ട്. വൈദ്യശാസ്ത്രപരമായി ക്രെപ്പിറ്റസ് എന്ന് വിളിക്കുന്ന ഈ ശബ്ദം എപ്പോഴാണ് നാം ഗൗരവമായി കാണേണ്ടത്? ഇത് സന്ധികൾക്കുള്ളിലെ തേയ്മാനത്തിന്റെ ലക്ഷണമാണോ അതോ സ്വാഭാവികമായ വായുകുമിളകൾ പൊട്ടുന്നതാണോ എന്ന് തിരിച്ചറിയേണ്ടത് സന്ധികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. സാധാരണഗതിയിൽ വേദനയോ വീക്കമോ ഇല്ലാതെ കേൾക്കുന്ന ഇത്തരം ശബ്ദങ്ങൾ നിരുപദ്രവകാരികളാണ്. സന്ധികൾക്കിടയിലുള്ള സൈനോവിയൽ ദ്രാവകത്തിൽ രൂപപ്പെടുന്ന ചെറിയ നൈട്രജൻ കുമിളകൾ പൊട്ടുമ്പോഴാണ് ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. കൈവിരൽ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രതിഭാസം തന്നെയാണിത്. കൂടാതെ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകളോ ലിഗമെന്റുകളോ അസ്ഥിക്ക് മുകളിലൂടെ നിരങ്ങി നീങ്ങുമ്പോഴും ചെറിയ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കാം. എന്നാൽ ഈ ശബ്ദത്തോടൊപ്പം നേരിയ വേദനയോ മുട്ടിനനുഭവപ്പെടുന്ന അസ്ഥിരതയോ ഉണ്ടെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും അമിതഭാരവും കാൽമുട്ടിന്റെ ആയുസ്സിനെ ബാധിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം ചെറിയ സൂചനകൾ പോലും കൃത്യമായി മനസ്സിലാക്കുന്നത് ഭാവിയിലെ വലിയ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സഹായിക്കും. കാൽമുട്ടിലെ ഈ ക്ലിക്ക് ശബ്ദത്തിനൊപ്പം മരവിപ്പ്, വീക്കം അല്ലെങ്കിൽ കാൽ പൂർണ്ണമായി മടക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സന്ധിക്കുള്ളിലെ തരുണാസ്ഥിക്ക് സംഭവിക്കുന്ന തേയ്മാനത്തെയോ ലിഗമെന്റുകൾക്കുണ്ടാകുന്ന പരിക്കുകളെയോ സൂചിപ്പിക്കുന്നു. മെനിസ്കസ് കീറൽ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളുടെ പ്രാരംഭ ലക്ഷണമായും ഇത്തരം ശബ്ദങ്ങൾ പ്രത്യക്ഷപ്പെടാം. സന്ധികൾക്കിടയിലുള്ള സുഗമമായ ചലനത്തിന് സഹായിക്കുന്ന തരുണാസ്ഥികൾ നശിക്കുമ്പോൾ അസ്ഥികൾ തമ്മിൽ നേരിട്ടുരസുകയും ഇത് കഠിനമായ വേദനയ്ക്കും സ്ഥിരമായ വീക്കത്തിനും കാരണമാവുകയും ചെയ്യുന്നു. അതിനാൽ ശബ്ദത്തോടൊപ്പം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവർ വൈകാതെ തന്നെ ഒരു ഓർത്തോപീഡിക് വിദഗ്ധന്റെ സഹായം തേടേണ്ടതാണ്. കൃത്യമായ സമയത്തുള്ള രോഗനിർണയം കാൽമുട്ടിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ നിർണായകമാണ്. എക്സ്റേ, MRI സ്കാൻ എന്നിവയിലൂടെ സന്ധികൾക്കുള്ളിലെ തകരാറുകൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മിക്ക കേസുകളിലും ശസ്ത്രക്രിയ കൂടാതെ തന്നെ പരിഹാരം കാണാൻ സാധിക്കാറുണ്ട്. ഫിസിയോതെറാപ്പിയിലൂടെ കാൽമുട്ടിന് ചുറ്റുമുള്ള പേശികളെ ബലപ്പെടുത്തുന്നത് സന്ധികൾക്ക് ലഭിക്കുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ്സ് പേശികൾക്കുള്ള പ്രത്യേക വ്യായാമങ്ങൾ മുട്ടിനൊരു സ്വാഭാവിക കവചം പോലെ പ്രവർത്തിക്കും. നമ്മുടെ നിത്യജീവിതത്തിലെ ചില മുൻകരുതലുകൾ കാൽമുട്ടുകളെ സംരക്ഷിക്കാൻ സഹായിക്കും. ശരീരഭാരം നിയന്ത്രിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഓരോ കിലോ ഭാരം കുറയ്ക്കുമ്പോഴും കാൽമുട്ടിലെ സന്ധികൾക്ക് ലഭിക്കുന്ന സമ്മർദ്ദത്തിൽ വലിയ കുറവുണ്ടാകും. കൂടാതെ കാൽമുട്ടിന് ആഘാതം കുറയ്ക്കുന്ന ശരിയായ പാദരക്ഷകൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ കാൽസ്യം, വൈറ്റമിൻ D എന്നിവ ഉൾപ്പെടുത്തുന്നതും സന്ധികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. സൈക്ലിംഗ്, നീന്തൽ തുടങ്ങിയ ലോ ഇമ്പാക്ട് വ്യായാമങ്ങൾ ശീലിക്കുന്നത് മുട്ടിലെ ദ്രാവകത്തിന്റെ സുഗമമായ ഒഴുക്കിനും പേശികളുടെ അയവിനും സഹായിക്കും. തുടർച്ചയായ വേദനയോ വൈകല്യമോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രം ഭാഗികമായോ പൂർണ്ണമായോ ഉള്ള കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ആധുനിക മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാവുന്നതാണ്. കൃത്യസമയത്ത് വിദഗ്ധാഭിപ്രായം തേടുന്നത് വഴി ഭാവിയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാം.